അല്ലെ ശ്രീ റോജി എം ജോൺ നമുക്ക് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റോജി എം ജോൺ, ബി.ജെ.പി. നിലപാട് മാറ്റുകയാണ്. അതാണ് ഇപ്പോൾ സംസ്ഥാന സെൻട്രൽ സെക്രട്ടറി എസ് സുരേഷിന്റെ അല്പം മുമ്പുള്ള പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കന്യാസ്ത്രീകൾ കുറ്റക്കാരാണെന്നോ അല്ലെന്നോ പറഞ്ഞിട്ടില്ല എന്നതാണ് മാറ്റിയ നിലപാട്. അതേസമയം കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് അവർ കുറ്റക്കാരെയല്ല, അവിടെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായ ഒരു പ്രശ്നം കൊണ്ട് ഉണ്ടായ കേസും തുടർ ജയിൽ ഉൾപ്പെടെയുള്ള നടപടികളുമാണ് എന്നാണ്. ബി.ജെ.പിയുടെ ഈ നിലപാട് മാറ്റത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? ബി.ജെ.പിയുടെ എല്ലാ കാലത്തെയും നിലപാട് ഇത് തന്നെയാണ്. അവര് ഇരയ്ക്കൊപ്പമാണെന്ന് പറയുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുന്ന സ്വഭാവമാണ് ബി.ജെ.പിയുടേത്. അതായത് പൂർണ്ണമായും ഇരട്ടത്താപ്പാണ്. ഇപ്പൊ ശ്രീ സുരേഷിന്റെ പ്രസ്താവനയിലൂടെ അത് ഒന്നുകൂടി വെളിവായി എന്ന് മാത്രമേ ഉള്ളൂ. ഇവര് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഛത്തീസ്ഗഡിലെ സർക്കാർ സ്വീകരിച്ച നിലപാട്, അവിടുത്തെ ബജറംഗ് ദൾ, സംഘപരിവാർ, അവിടുത്തെ ബി.ജെ.പി സ്വീകരിച്ച നിലപാട്, ഇതെല്ലാം നമുക്ക് മുമ്പിലുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തില് ബി.ജെ.പിയുടെ ഇടപെടലും സമീപനവും ഒക്കെ പൂർണ്ണ കാപട്യമായിരുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു. കാരണം ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും, അതായത് നീതിബോധം അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്നും അവർ അന്യായമായി ജയിലിൽ കഴിയേണ്ടി വന്നതാണെന്നുമുള്ള ബോധ്യമുണ്ട്. അത് മനസ്സിലാവാത്ത ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത് ബി.ജെ.പി. മാത്രമാണ്. അപ്പോ കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഈ 3 പെൺകുട്ടികൾ ഇരകളാണ് എന്ന് ഇവർ ആരോപിക്കപ്പെടുന്ന 3 പെൺകുട്ടികൾ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ബി.ജെ.പി. ഛത്തീസ്ഗഡിലെ ഘടകം, അവിടെ നിന്നുള്ള സർക്കാർ സംവിധാനവും എല്ലാം എത്രയധികമായിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ കൊണ്ട് പരാതി ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ പരാതി നൽകാതിരിക്കാനുള്ള ഇടപെടലുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായി ഇടപെടുന്നു. എന്തായിരുന്നു ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം? അതിപ്പോൾ ആ പ്രതികരണത്തെ സുരേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, പക്ഷേ അദ്ദേഹത്തിന്റെ അറിവോട് തന്നെ ആയിരിക്കുമല്ലേ ഈ വാർത്താ സമ്മേളനം കാണുന്നത്, അത് തിരുത്തുകയും ചെയ്യുന്നു. ജയിലിന് മുന്നിലും കണ്ടത് ബി.ജെ.പി. ഇടപെട്ടു, അതിന്റെ ഭാഗമായി ഇവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്ന വാഹനത്തിലാണ് ഈ കന്യാസ്ത്രീകളെ കൊണ്ടുവന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഇപ്പോൾ റോജിക്കൊപ്പമുണ്ടായിരുന്ന കന്യാസ്ത്രീയുടെ സഹോദരനെ തനിക്കൊപ്പം ചേർത്ത് റോജി സംസാരിക്കുന്നതിനിടയിൽ ഇടക്കേറി സംസാരിച്ച് ജയിൽ മോചനത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഒരു ക്രെഡിറ്റ് അടിക്കൽ മാത്രമായിരുന്നോ ഉദ്ദേശമെന്ന സംശയം സ്വാഭാവികമല്ലേ? ബി.ജെ.പിക്ക് ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മുസ്ലിം ന്യൂനപക്ഷമായാലും ക്രൈസ്തവ ന്യൂനപക്ഷമായാലും അവര് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കി ഈ ന്യൂനപക്ഷങ്ങളെ സമയാസമയങ്ങളിൽ ഉപയോഗിക്കുക, ചില സമയങ്ങളിൽ അവരെ ഉപയോഗിക്കാൻ പരിശ്രമിക്കുക, ചില സമയങ്ങളിൽ അവരെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ടാർഗറ്റ് ചെയ്യുക. ഇതാണ് ബി.ജെ.പിയുടെ സമീപനം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ ജയിലിന് മുന്നിൽ ഇവരെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ദൃശ്യമായത് എന്താണ്? അന്ന് കാണുമ്പോൾ തന്നെ ഒരു ക്രെഡിറ്റ് അടിക്കാനുള്ള മത്സരം അവിടെ നടക്കുന്നുണ്ടോ എന്ന സംശയമൊക്കെ സ്വാഭാവികമായി എല്ലാവർക്കും തോന്നുന്നു. ആ ജയിലിന് മുന്നിൽ നടന്നത് എന്താണ്? താങ്കൾ അവിടെ അത്രയും ദിവസം നിന്നയാളാണല്ലോ. ഒപ്പം എന്തിടപെടലാണ് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതും? ഇത് ഇവർക്ക് ജാമ്യം കിട്ടുന്ന ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അതിന് ഇവിടെ കേരളത്തിലെ ബി.ജെ.പി. വലിയ സമ്മർദ്ദത്തിലായി. ബി.ജെ.പിയുടെ ഈ നിലപാട് അവരുടെ ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല. കേരളത്തിലെ പൊതുസമൂഹം മുഴുവനും തങ്ങൾക്കെതിരാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവരവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഈ രാജീവ് ചന്ദ്രശേഖർ അവിടെ വരാനും അതുപോലെ തന്നെ ഈ കന്യാസ്ത്രീകളെ കാണാനും അവരെ തങ്ങളിടപെട്ടാണ് ഇറക്കുന്നത് എന്ന് കേരളത്തിലെ ആളുകളോട് വിളിച്ചു പറയാനും ഒക്കെ അവർ നിർബന്ധിതരാവുകയായിരുന്നു. അവരുടെ ക്രൈസ്തവരോടോ അല്ലെങ്കിൽ കന്യാസ്ത്രീകളോടോ ഉള്ള ആത്മാർത്ഥത കൊണ്ട്, സത്യസന്ധത കൊണ്ടൊന്നും അവരാരും അവിടെ വന്നവരല്ല. അവര് ഇത്രയും കാലം ഇവിടെ കെട്ടിപ്പൊക്കാൻ ശ്രമിച്ച ഒരു നെറേറ്റീവ് ഉണ്ട്. അതായത് കേരളത്തിലെ ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നൊക്കെ പറയാൻ ശ്രമിച്ച് ഇപ്പോ തൃശ്ശൂരിലൊക്കെ ശ്രീ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ എടുത്തിട്ടുള്ള സമീപനമൊക്കെ നമുക്കറിയാം. അവിടെ ലൂർദ് മാതാവിന് കിരീടം കൊണ്ട കൊടുക്കുന്നു, കൊന്ത കൊണ്ട കൊടുക്കുന്നു. ഈ കിരീടം കൊണ്ട കൊടുത്തയാളും കൊന്ത കൊണ്ട കൊടുത്തയാളും ഒന്നും കന്യാസ്ത്രീകള് ഒരാഴ്ച 9 ദിവസം ജയിലിൽ കിടന്നപ്പം കാമാന്നൊരു അക്ഷരം വേണ്ടിയില്ല. അപ്പൊ ഇവരുടെ ഉള്ളിലിരിപ്പ് എന്ത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇവരുടെ ബി.ജെ.പിയുടെ ഈ നിലപാട് കാപട്യം നിറഞ്ഞ നിലപാടാണെന്നുള്ളത് ഞങ്ങൾക്ക് നേരത്തെ മുതലേ അറിയാവുന്നതാണ്. ഞങ്ങളത് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയം, ഛത്തീസ്ഗഡ് വിഷയം മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ആ കാര്യങ്ങള്, ആ യാഥാർത്ഥ്യം, ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിനും ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ പൊതുസമൂഹത്തിലും മാധ്യമങ്ങളിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഇതിനെ ഒരു ജനകീയ വിഷയമായി മാറുകയും വലിയ തോതിൽ സമരങ്ങളും അതുപോലെ തന്നെ നമുക്കറിയാം സഭകളുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രതികരണങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ വരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ബി.ജെ.പി. ഇത്തരത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് അവർ നിർബന്ധിതരാകുകയായിരുന്നു. അല്ലാണ്ട് അവരുടെ ആത്മാർത്ഥത കൊണ്ടല്ല. അപ്പൊ അതുകൊണ്ട് ബി.ജെ.പിയുടെ യഥാർത്ഥ നിലപാട് എന്താണെന്നുള്ളതാണ് ഇപ്പൊ സുരേഷ് പറഞ്ഞത്.
ഇത് അവര് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് അവര് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി കാണിച്ച നാടകങ്ങളൊക്കെയാണ്. അവരുടെ യഥാർത്ഥ നിലപാട് ജോൺ, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. പ്രശാന്ത് കൃഷ്ണനോട് എന്തോ പ്രശാന്ത്, ഈ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു ബി ജെ പി നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടത് തെറ്റായി പോയെന്ന്. രാജീവ് ചന്ദ്രശേഖർ ഒറ്റപ്പെടുന്നുണ്ടോ നേതൃത്വത്തിൽ? ഇന്നത്തെ വാർത്താ സമ്മേളനം, സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെയും വൈസ് പ്രസിഡന്റിന്റെയും വാർത്താ സമ്മേളനം, അത് നേതൃത്വത്തിന്റെ അറിവോടെയുള്ള ഔദ്യോഗികമായ ഒരു വാർത്താ സമ്മേളനം എന്ന നിലയിൽ തന്നെ നമ്മൾ കാണേണ്ടിയും വരില്ലേ? ഒരു തിരുത്തല്ലേ? തീർച്ചയായും ഇന്നത്തെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ അറിവോടെയുള്ള, അതായത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ നേതൃത്വത്തിൽ തന്നെ ഇന്ന് ആ വാർത്താ സമ്മേളനം. മാത്രമല്ല ഷോൺ ജോർജ് പങ്കെടുത്തു, ജിജി ജോസഫ് പങ്കെടുത്തു. അങ്ങനെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾ കൂടി പങ്കെടുത്ത വാർത്താ സമ്മേളനം തന്നെയായിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ അറിവോടെയുള്ള വാർത്താ സമ്മേളനം തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ ബി ജെ പിക്ക് ഇത്തരത്തിൽ അവരുടെ നിലപാട് മാറ്റം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, അവസ്ഥ ഉണ്ടായി എന്നതാണ്. കാരണം അതിരൂക്ഷമായ വിമർശനമാണ് ഈ വിഷയത്തിൽ ബി ജെ പിക്കകത്ത് തന്നെ അവർ നേതൃത്വം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഹിന്ദു ഐക്യതയുടെ ഭാഗത്ത് ഏറ്റവും ഒടുവിൽ സ്വാമി ചിദാനന്ദപുരിയുടെ ഭാഗത്തു നിന്ന് വിമർശനമടക്കം വലിയ സമ്മർദ്ദത്തിൽ തന്നെയാണ് ബി ജെ പി നേതൃത്വം. അതുകൊണ്ട് തന്നെ അവർ ഈ കന്യാസ്ത്രീമാർ കുറ്റക്കാരാണെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് തിരുത്തി പറയേണ്ടി വന്ന അവസ്ഥയിലാണ് സംസ്ഥാന നേതൃത്വം. അതുകൊണ്ടാണ് അവർ കുറ്റക്കാരാണെന്നോ അല്ലെന്നോ ഉള്ള നിലപാട് ഇപ്പോൾ പാർട്ടിക്കില്ല. അവർ പുറത്തിറങ്ങണം എന്ന് സഭ നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ അതിനുവേണ്ട സൗകര്യങ്ങൾ, അതിനുവേണ്ട സാഹചര്യം ഒരുക്കുകയാണ് ചെയ്തത് എന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഇതിന്റെ മെറിറ്റിലേക്ക് അവർ കടന്നിട്ടില്ല. കാരണം നേരത്തെ ഹിന്ദു ഐക്യവേദി ആണെങ്കിലും സ്വാമി ചിദാനന്ദപുരിയൊക്കെ ആണെങ്കിലും ഉയർത്തിയ വിമർശനം ഒരു കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നോ അല്ലെങ്കിൽ പോലീസും കോടതിയൊന്നും ഈ നാട്ടിൽ വേണ്ട, രാഷ്ട്രീയക്കാർ മതി, രാഷ്ട്രീയ നേതാക്കന്മാർ കാര്യങ്ങൾ തീരുമാനിച്ചോളും എന്ന രൂക്ഷ വിമർശനമെല്ലാം ബി ജെ പി നേതൃത്വത്തെ ഉദ്ദേശിച്ച് തന്നെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തരത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ബി ജെ പിയുടെ ചിത്രമാണ് ഇന്നത്തെ ഈ നിലപാട് മാറ്റത്തിലൂടെ കാണാൻ സാധിക്കുന്നത്.